റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് റിവ്യൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി കമ്പാരിസനാണ് നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രണ്ട് കമ്പനിയുടെ ട്യൂട്ടർ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിത് കമ്പാരിസൺ ചെയ്യുന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് നമ്മൾ രണ്ട് ട്യൂട്ടറിൻ്റെയും ഓഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത് സിപ്പ് എന്ന കമ്പനിയുടെ ഒരു ക്രോസ് ഓവറിലാണ്, അതായത് നെറ്റ്വർക്ക്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 3-way നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും കോയിലും കാര്യങ്ങളൊന്നും കപ്പാസിറ്ററൊന്നും ചിലപ്പോൾ ഉണ്ടായി കാണില്ല. ചെറിയ രീതിയിലാണ് അന്നൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു. ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കമ്പനി സെറ്റുകളിലൊക്കെയാണ് ഇങ്ങനത്തെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിപ്പ് എന്ന കമ്പനി നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് നമുക്ക് ഓൺലൈൻ വഴി കിട്ടും. അതുപോലെ തന്നെ ഇത് ഓൺലൈൻ വഴി മേടിച്ചതല്ല, ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇൻപുട്ടിൽ ഒരു പ്ലസ് മൈനസ്, അതുകൂടാതെ തന്നെ ഹൈ ഫ്രീക്വൻസിക്ക് അതായത് ട്യൂട്ടറിന് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലസ് മൈനസ്, പിന്നെ മിഡ് റേഞ്ചിലേക്കുള്ള ഒരു പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഊഫറിലേക്കുള്ള ഒരു പ്ലസ് മൈനസും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ എളുപ്പം തന്നെയാണ്, കാരണം ഇതിനകത്ത് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇൻപുട്ട് അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട്പുട്ടുകളെല്ലാം ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ രണ്ട് ട്യൂട്ടറും ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിപ്പിൻ്റെ ഒരു ഡോം ട്യൂട്ടർ വന്നിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 ഇഞ്ച് ഇതിൻ്റെ വട്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 8 ohms ആണ്. ഇതിൻ്റെ കവറിൽ കൊടുത്തിരിക്കുന്നത് 100 വാട്ട് ആണ്. ഇതിൻ്റെ വാട്ട്സ് കൊടുത്തിരിക്കുന്നത് 8 ohmsലാണ് ഇത് വന്നിരിക്കുന്നത്. കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് കമ്പനി ബോക്സുകളിലൊക്കെ വന്ന പോലത്തെ ഒരു ലുക്ക് തന്നെയാണ്. ഇത് മെറ്റലാണ് ഇതിനകത്ത് ഇതിൻ്റെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നല്ല വെയിറ്റാണ്. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അവാർഡിൻ്റെയാണ്. ഇത് നമ്മൾ പല ബോക്സിലും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് വന്നിരിക്കുന്നത് 6 ohmsലാണ്, 15 വാട്ടാണ് ഇതിൻ്റെ വരുന്നത്. ഇത് ഒരു 3 ഇഞ്ച് തികച്ചില്ല, അത്രയാണ്. ഇതും ചെറുതാണ്, ചെറിയൊരു ഡോം ട്യൂട്ടറാണ്. പക്ഷേ ഇത് കേൾക്കാനും നല്ല ക്വാളിറ്റിയാണ്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു മാഗ്നറ്റോടും അതുപോലെ തന്നെ 15 വാട്ടുള്ള 6 ohmsലാണ്. ഈ ഫോറിൻ സ്പീക്കറുകളൊക്കെ മിക്കവാറും 6 ohmsലാണ് വരാറ്. 6 ohmsil വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആംപ്ലിഫയർ 4 ohms ആയാലും 8 ohms ആയാലും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 6 ohmsil വരുന്നത്. ഇതാണ് അവാർഡ് ട്യൂട്ടറിൻ്റെ വരുന്നത്. ഇനി നമുക്ക് തമ്മിലുള്ള കമ്പാരിസൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് കൂടുതൽ ഏതിലാണ് മിഡ് ലെവൽ കയറി വരുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൈ ലെവൽ ഏതിലാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് വെച്ചേണ കാരണം കൊണ്ട് ഇതിനകത്ത് മിഡ് ഫ്രീക്വൻസി കയറി വരാൻ സാധ്യത കുറവാണ്. ഹൈ ഫ്രീക്വൻസിയാണ് കൂടുതൽ കയറി വരുള്ളൂ, അതായത് ട്രിബിളാണ് കൂടുതൽ കയറി വരുന്നത്. നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ സിപ്പിൻ്റെ ക്രോസ് ഓവറിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ നമ്മൾ ഓഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് കാണും. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് നിങ്ങൾ നോക്കുക. എനിക്കിതിനകത്ത് ഇഷ്ടമായെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കേൾക്കുമ്പോൾ കുറച്ചും കൂടി നൈസായിട്ട് ട്രബിൾ വരുന്നത് അവാർഡ് തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് ഹൈ ഫ്രീക്വൻസി കയറിയാണ് നിൽക്കുന്നത്. ട്രബിൾ കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് സിപ്പ് ഉപയോഗിക്കാം. നല്ല ക്ലിയർ ആയിട്ടുള്ള നൈസായിട്ടുള്ള ട്രബിൾ വേണവർക്ക് ഈ അവാർഡിൻ്റെ ട്യൂട്ടർ ഉപയോഗിക്കാം. ഈ അവാർഡിൻ്റെ ട്യൂട്ടർ വരുന്നത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായിട്ടാണ് അവാർഡ് ട്യൂട്ടർ വരുന്നത്. സിപ്പ് വരുന്നത് പുറത്തെ ഇവരുടെ മെയ്ഡ് ചെയ്തിട്ടില്ല, ഇത് പുറത്താണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.